ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രാവിലെ ഇന്ന് തോമുവിൻ്റെ സ്കൂളിൽ ഗ്രാൻഡ് പാരൻസ് ഡേ ആണെന്നുള്ളത്. അപ്പോൾ ഇന്ന് അവിടെ പോകാൻ വേണ്ടിയിരുന്ന് രാവിലെ തന്നെ എണീറ്റു കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ അതിനേക്കാളും മുമ്പായിട്ട് പിള്ളേർ സെറ്റൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ രാവിലെ എണീറ്റ് പിള്ളേരുടെ രണ്ടുപേരുടെയും ബാഗ് ഡിമ്പിളുടെ 3 പേരുടെയും ബാഗുകൾ റെഡിയാക്കി ഫ്രണ്ടിൽ വെച്ചു വിട്ടു. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്കുള്ള സ്നാക്കും കാര്യങ്ങളും ഉണ്ടാക്കലാണ് അവരുടെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ ഇന്നലെ വെള്ളയപ്പം വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. അതിലേക്കുള്ളൊരു മുട്ടക്കറി റെഡിയാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്ന് അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചാക്കോച്ചൻ എന്തോ ഒരു ചെറിയൊരു കാര്യത്തിന് വാശി പിടിച്ചിരിക്കണതാണെന്നാണ് തോന്നണേട്ടോ. അവൻ വാശി പിടിക്കുമ്പോഴാണ് കാലങ്ങനെ വെച്ചിട്ട് ഒറ്റ ഇരിപ്പിരിക്കും. അപ്പോൾ ഇന്ന് ഒരാളുള്ളൂ മെഴുതിരി ഊതാനായിട്ട്. എനിക്ക് തോന്നുന്നു കുളിക്കാൻ പോയേക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 2 സെറ്റും ഒന്നിച്ചിറങ്ങാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഡോൺ കുട്ടികളെ കൊണ്ടാക്കാമെന്നും ഞങ്ങൾക്ക് ഇവിടെ ബാവൻസിലേക്ക് പോകാനും അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ. അങ്ങനെ ഡിവൈൻ തോമുവിനെ കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ട് ഡിംപിൾ പാച്ചുവിനെ കൊണ്ടുപോയി. അപ്പോൾ ഞാനും റെഡി ആവണമല്ലോ. അപ്പോൾ ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാണ്. അപ്പോൾ ഡിവൈൻ ഒഴിച്ച് വേറെ എല്ലാവരും ഒരുങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾക്ക് നീങ്ങി. അപ്പം ഇന്ന് കഴിച്ചിട്ട് പോകാം എന്നുള്ള ധാരണയിൽ അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു. പതിവ് പോലെ ഞാനാണ് ലാസ്റ്റ് കഴിക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ഇവർ പറയും ഞാനാണ് ലേക്കാൻ പറഞ്ഞത്. അതായത് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി അവസാനമാണ് ഞാൻ ഓടി വരിക കേട്ടോ. മുമ്പത്തെ പോലെ ഇപ്പോൾ എപ്പോഴും ഒന്നിച്ചിരുന്നിട്ട് കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിക്കണതിന് മുമ്പ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കുട്ടികളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തർ അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യണു, ചായ റെഡിയാക്കണു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നേരത്തെ ഇടയിൽ വന്ന് പെട്ടിട്ടുള്ളതാണ്, അതോ ഇനി കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളതാണാവോ. അങ്ങനെ ഞാൻ 2 അപ്പവും മുട്ടക്കറിയും കൂടിയിട്ട് കഴിക്കുകയാണ്. സംഭവം 5 അപ്പം വീതം ഒരാൾക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ രാവിലെ എനിക്കകത്തേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എണീറ്റ വഴിക്ക് എനിക്ക് കഴിക്കാനായിട്ട് സാധാരണ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 2 അപ്പത്തും അവസാനിപ്പിച്ചു. 2 അപ്പം ഞാൻ ഉച്ചതിരിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം ഇന്നലെ ചൂട്ടോടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, രാത്രി കൊണ്ടുവന്നപ്പോൾ. അങ്ങനെ അപ്പോൾ കുട്ടികളെപ്പോഴും പറയും മമ്മിയാണ് എണ്ണം തെറ്റിക്കുന്ന ആളെന്ന്. കാരണം എനിക്കത് ഒറ്റയടിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞാനത് ബാക്കി അവിടെ മാറ്റി വെച്ച് ഞങ്ങൾ പുറപ്പെടുകയാണ് കേട്ടോ. പുറപ്പെട്ട് ഞങ്ങൾ ഇറങ്ങണോട് കൂടിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും ഇറങ്ങുമ്പോൾ 2 ഫോട്ടോ എടുക്കുക എന്നുള്ളത് കണക്കാണ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോകണം. അപ്പോൾ പതിവിൽ വിട്ട് ഒരു ഫോട്ടോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പം മമ്മി 3 മക്കളും കൂടിയിട്ടുള്ളത്. പക്ഷേ ഇന്നൊക്കെ നല്ല മൂഡിലായിരുന്നു കേട്ടോ. കണ്ടോ, എനിക്ക് തോന്നുന്നു ഇന്ന് ഇവർ ജനിച്ച ദിവസം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇന്ന് ഭയങ്കര മിടുക്കരായിട്ടാണ് 3 പേരും നിന്ന് തന്നത്. ആ കിട്ടിയത് ആപ്പിന് വേഗം പിള്ളേർസ് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഞാനും ലീലാമ്മച്ചിയും കൂടി ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ടുള്ള ഫോട്ടോസ് വളരെ കുറവാണ്. പിന്നെ ഞങ്ങൾ 3 അമ്മമാർ കൂടിയിട്ടുള്ള ഫോട്ടോ എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അങ്ങോട്ട് എടുത്തേക്കണേന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ 3 അമ്മമാർ കൂടിയിട്ട്, അതോ തോമുവിൻ്റെ ആരുടെയോ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ നിൽക്കണം നിൽപ്പ് കണ്ടില്ലേ. അങ്ങനെ ഇവർ നിന്നാലും ഇവർക്ക് പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിന് ഫസ്റ്റ് ലീലമ്മാമ്മയുടെ അടുത്ത് നിൽക്കണം. അപ്പോൾ ലീലമ്മാമ്മനെ ബിൻസമ്മാമ്മ എന്ന് വിളിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കുറച്ച് വിളി കഴിയുമ്പോഴാണ് ലീലമ്മാമ്മ എന്ന് വിളിക്കുക. ഫസ്റ്റ് അവന് ബിൻസമ്മാമ്മ എന്നേ വരുള്ളൂ. അങ്ങനെ 3 ആളും ചേട്ടനും അനിയനും കണ്ടോ സെറ്റായിട്ട് നിൽക്കണുണ്ടോ. അവരെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ പാച്ചുവും ചാക്കോവും തോമും പാച്ചുവും ഇവരുടെ പേരുകൾ മുഴുവൻ എനിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിട്ടു. അപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്കും തെറ്റാറുണ്ട് ആൻറ്റിയുടെ മാത്രമല്ല പ്രശ്നം, ഇവിടെ കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുക തന്നെ തെറ്റല്ല, നമുക്ക് അങ്ങനെ വായിൽ വരിക അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾക്കിത് തൊട്ടടുത്താണ് കേട്ടോ ഭാവൻസ്. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 അടി മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് ഒരു വഴിയുണ്ട്. അത് കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭാവൻസിലെ പാർക്കിംഗ് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്താണ്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഭാവൻസിലേക്ക് വരണത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ അന്തരീക്ഷം എന്ന്. പക്ഷേ ശരിക്കും എന്താ പറയുക, പെട്ടു എന്ന് പറയില്ലേ നമ്മൾ, കണ്ടമാനം സ്റ്റെപ്പുകൾ കയറി എനിക്ക് തോന്നുന്നു 3 സ്റ്റൈലിൽ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഏറ്റവും മുകളിലെത്തിയത്. ഏറ്റവും മുകളിലെത്തിയപ്പോൾ എന്താ ഒരു സുഖം എന്നറിയും. നല്ല കാറ്റായിരുന്നു. തോമുവിൻ്റെ മുടി കണ്ടറിയാൻ കണ്ടോ, കാറ്റ്. ഒരു ചേട്ടൻ ചായ എടുത്തപ്പോൾ ചായയുടെ കപ്പ് കാറ്റത്ത് പറന്ന് വീണു. അത്രയും കാറ്റാട്ടോ, നല്ല സുഖം.
അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ 2 ടൈപ്പിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ക്രാക്ക് ജാക്കും ഗുഡ് ഡേ ഉണ്ടായിരുന്നു, പിന്നെ ജ്യൂസും പിന്നെ ചായയും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും നല്ല തന്നെയായിരുന്നു. അപ്പോൾ തോമൂന് ജ്യൂസ് കൊടുത്തു. അങ്ങനെ കയറുമ്പോൾ തന്നെ അതെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഇത് വെച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് തരാൻ പറയാം, അതായത് നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെ. അങ്ങനെ ഇതേ തോമു തുറന്ന് നോക്കണത് എന്താണ് ഇത് ഏതാണെന്നുള്ളത്. അവനും ഇതാദ്യത്തെ ഒരു അനുഭവമാണല്ലോ. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഡാഡി അപ്പയും അമ്മയും വരാറുണ്ട്, പക്ഷേ ഈ അപ്പാപ്പനും മമ്മിയും ഡാഡിയും ഒന്നും വരണ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കുറേ അപ്പാപ്പന്മാർ, ഗ്രാൻഡ് പാരൻസിന് അപ്പാപ്പന്മാരെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊക്കെ പണ്ട് അപ്പാപ്പന്മാരെന്ന് പറയുമ്പോൾ വയസ്സായ പോലെയുള്ള രൂപമാവും. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ അപ്പാപ്പന്മാരും, അതായത് ഗ്രാൻഡ് പാരൻസ്, അത് അങ്ങനെ പറയുന്നത് നല്ലത്, അവരൊക്കെ ഏറ്റവും ചെറുപ്പക്കാരുടെ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഇപ്പോൾ ഡാഡിയൊക്കെ ഗ്രാൻഡ് പാരൻസ്, ഞങ്ങളൊക്കെ ഗ്രാൻഡ് പാരൻസിൽ പെട്ടുല്ലോ. അപ്പോൾ അത് ഭയങ്കര ഭാഗ്യമാണത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ഗ്രാൻഡ് പാരൻസ് ഡേയും അതിനകത്ത് നമ്മൾ പങ്കെടുക്കുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ദയയുടെ മറ്റേ എൽഡേഴ്സ് മീറ്റിങ്ങിന് പോയപ്പോഴും ഞാൻ വിചാരിച്ചു ആ ഒരു കാറ്റഗറിയിൽ പെട്ടുല്ലോ എന്നുള്ളത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് നമുക്കങ്ങനെ നമുക്കായിട്ടൊരു ദിവസം വയ്ക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതാ വെൽക്കം സ്പീച്ചും കഴിഞ്ഞു, ഇതാ പ്രയർ സോങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ 1-2 പേരുടെ സ്പീച്ചും കാര്യങ്ങളും, പിന്നെ മറ്റേ എന്താ പറയുക വിളക്ക് തെളിയിക്കൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മാമിൻ്റെ സ്പീച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മാമെന്ന് വിളിക്കണമെന്നുള്ളൂ, എനിക്ക് തോന്നുന്നു അധികം പ്രായമുള്ള ഒരു മോളല്ല അത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറയുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പം നമ്മളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, പണ്ട് നടന്നിരുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ചിത്ര മാമിൻ്റെ പേര് പറഞ്ഞത്, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു നമ്മളുടെയൊക്കെ ചെറുപ്പം, നമ്മൾ അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ കൂടെ പോയി കിടക്കണത്, അവർ പറഞ്ഞു തരുന്ന ഓരോ കഥകൾ, പണ്ടത്തെ പുരാണങ്ങൾ. ഇപ്പം നമ്മളൊക്കെ അതൊക്കെ പറയാനിരുന്നാലും കുട്ടികളില്ല, കേൾക്കാനായിട്ട് കുട്ടികളില്ല, അവർക്ക് ഇരിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ മാമും പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ആലോചിക്കുമായിരുന്നു, ശരിയാണ്, ഇപ്പോൾ എൻ്റെ വിചാരം നമ്മൾ മാത്രമാണ്, പക്ഷെ അല്ല, എല്ലാവരുടെയും ചെറുപ്പം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ നേരെ വിപരീതമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും ഇന്ന് അവർക്കറിയാം. പണ്ട് നമ്മളുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കയ്യിൽ നിന്നാണ് നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുക. അങ്ങനെ മാം വേഗം തന്നെ പോയിട്ടോ. പിന്നെ ഓരോ ഇതായിരുന്നു. ഇപ്പോൾ ഇത് നമ്മളുടെ യു ആർ മൈ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു സോങ് ഉണ്ട്, അതിലത്തെ പാട്ടായിരുന്നു കുട്ടികൾ കളിച്ചത്. ഇത് നമ്മുടെ പുൽച്ചാടിയുടെ പാട്ട്. എനിക്ക് ഈ ഡാൻസിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത്, നിങ്ങളിപ്പോൾ ഇതേ നോക്കിയാൽ അറിയാം, ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഇവിടേക്കാണ്. അതായത് നമ്മുടെ മക്കൾ കളിക്കുമ്പോൾ തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന് ടീച്ചേഴ്സ് സ്റ്റെപ്സ് ഒപ്പം നിന്ന് കളിക്കുക. ആ കളിക്കുമ്പോൾ അവരത് നോക്കിയിട്ടാണ് കുട്ടികൾ. അപ്പോൾ അത് അവർക്കും ഭയങ്കര സന്തോഷം. കുട്ടികൾ കളിക്കുന്നവരുടെ ഫേസിലൊക്കെ കണ്ടറിയാം അവർ മിസ്സുമാരെ നോക്കി കളിക്കുമ്പോഴുള്ള അവരുടെ ഒരു സന്തോഷം കേട്ടോ. ഞാൻ സത്യത്തിൽ ശ്രദ്ധിച്ചത് ഇതാണ്. കുട്ടികളേക്കാൾ കൂടുതൽ ഞാൻ ടീച്ചേഴ്സിനെ ആട്ടോ ശ്രദ്ധിച്ചത്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ടീച്ചേഴ്സിന് അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ഒരു സ്റ്റൈലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ആദ്യം ബോയ്സിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു, പിന്നെ ഗേൾസ് ഈ സെക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ പുൽച്ചാടി കഴിഞ്ഞിട്ട് വേറൊരു ഹിന്ദി സോങ് ആയിരുന്നു. അതിനേക്കാളും രസമായിട്ടാണ് കുട്ടികൾ കളിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതേ കഴിഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് പോണതാണ്, കുട്ടികളോട് പറഞ്ഞ് പോണതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ കുട്ടികളുടെ കയ്യിൽ ഓരോ പ്ലക്കാർഡ് കൊടുത്തിട്ട് അതിൽ ഓരോ കോട്ട്സ് എഴുതിയേക്കാം, ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചുള്ള കോട്ട്സാണ്. എന്നിട്ട് ടീച്ചേഴ്സ് അതാത് വായിച്ചിട്ട് 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തോമൂനെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോമുവിൻ്റെ കയ്യിലും കൊടുത്തു ഒരു പ്ലക്കാർഡും, അത് മിസ്സ് വായിച്ചു. അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത് എന്ന് തോന്നും. അതായത് ഈ പറഞ്ഞ പോലെ പാരൻസിൻ്റെ സമയത്ത് ഇപ്പം എനിക്കും ഡാഡിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കൂടെ ഗ്രാൻഡ് പാരൻസ് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട്ടികളുടെ ഫ്രണ്ടും എല്ലാം നമ്മൾ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നും ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയല്ല, അപ്പാപ്പനും അമ്മാമ്മയും പറഞ്ഞു തന്നിട്ടുള്ള കഥകളും കാര്യങ്ങളാണ് നമുക്കിപ്പോഴും ഓർമ്മ. അപ്പോൾ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗ്രാൻഡ് പാരൻസാണ്. അപ്പനും അമ്മയൊക്കെ ഏറ്റവും ബിസി ആയിട്ട് നിൽക്കുമ്പോൾ
നമ്മളെ കെയർ ചെയ്യുക നമ്മളുടെ ഗ്രാൻഡ് പാരൻസാണ്. പിന്നെ ഇവർ പറയുന്ന പോലെ ആ സമയത്ത് നമുക്ക് നമ്മുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രാൻഡ് പാരൻസാണ് ശ്രദ്ധിക്കുക. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളേക്കാൾ കൂടുതൽ നമ്മുടെ പേരക്കുട്ടികളെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മൾ മനസ്സിൽ വിചാരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനൊരു എന്താ പറയുക വേദി ഒരുക്കി തന്ന ഭാവൻസിനോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനൊരു ദിവസം ഉണ്ടായാലല്ലേ നമ്മൾക്ക് വേണ്ടി വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പനോ അമ്മയോ സംഭവം ഡാഡി എന്നും പോണതാണ് കേട്ടോ, കൊണ്ടുവരാനോ കൊണ്ടാക്കാനോ ഒരു നേരം എന്തായാലും ഡാഡി അവിടെ ഉണ്ടാവും. അപ്പോൾ മിസ്സുമാരത് ഡാഡിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ അങ്കിളിനെ പിന്നെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കും അതുപോലെ ലീലാമ്മച്ചിക്കും ഭയങ്കര ഭാഗ്യമാണ് ഇതേ ദിവസം ഇവിടെ ഉണ്ടായത്. ഒന്ന് പോവാനും എല്ലാം കാണാനും നമുക്ക് എപ്പോഴും അങ്ങനെ. പ്രത്യേകിച്ച് ലീലാമ്മച്ചിയുടെ കാര്യം പറഞ്ഞാൽ ഡിവൈൻ ഒറ്റ മോളാണ്. അപ്പോൾ ആ കുട്ടികളുടെ കാര്യങ്ങളാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാണാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായി. ഞങ്ങൾ ഒന്നിച്ച് പോയി ഒന്നിച്ച് തിരിച്ചു വന്നു. അങ്ങനെ അപ്പം ഞാൻ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഈ പങ്കെടുത്ത ഒരു കുട്ടിയെ പോലും ഞാൻ മിസ് ചെയ്യാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും 1 മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കും അതാത് വോയിസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ല. പക്ഷേ ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. എനിക്കും വോയിസ് ഓവർ എന്തോരം ഞാൻ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് വളരെ ട്രിം ചെയ്ത് എന്നാൽ ഒരാളെ പോലും ഒഴിവാക്കാത്ത രീതിയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയം വരെ ഞാൻ 12:30 കൂടിയിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. കാരണം ചാക്കോച്ചനെയും പാച്ചുനെയും കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താ പറയുക പോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 12:30 വരെ ഇരുന്നിട്ടാണ് വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഹിന്ദി സോങ് ഞാൻ പറഞ്ഞില്ലേ, നല്ല മിടുക്കിയ കുട്ടികൾ, UKG സെക്ഷനാണ് അത്. അപ്പോൾ അവർ നല്ല ഭംഗിയിൽ തന്നെയാണ് കളിച്ചത് കേട്ടോ. അവരുടെ ഹിന്ദി സോങ് ആയിരുന്നു. പക്ഷെ അവരൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സെൻറ്ററിലെ മോളൊക്കെ ഭയങ്കര ഭംഗിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ UKG എന്ന് പറയുമ്പോൾ ഈ വന്ന സെക്ഷനിൽ ചേച്ചിമാരാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇരുത്തം അവർക്കുണ്ടായിരുന്നു. PKG LKG UKG ഇങ്ങനെ 3 ക്ലാസ്സുകളുടെ കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസിനെയാണ് കേട്ടോ ഇന്ന് നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഒറ്റ കുട്ടികളുടെ ഫേസും മറയാത്ത രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 3 ഡാൻസും അത് നല്ല ഇഷ്ടമായി. യു ആർ മൈ സൺഷൈൻ ഞങ്ങളിവിടെ എപ്പോഴും ഡിംപിളിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ ഈ എന്തെന്നാ എനിക്ക് വിളിക്കാമെന്ന് എനിക്കറിയില്ല, ചേട്ടാ അത് പറയാൻ പറ്റില്ലല്ലോ, നമ്മളൊക്കെ ഒരേ പ്രായക്കാരോ ഒരു പാട്ടായിരുന്നു. പിന്നെ ഇത് ഒരു വെറൈറ്റി സംഭവം ഉണ്ടായിരുന്നു, യോഗയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നമുക്കൊന്നും, എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും എനിക്ക് സങ്കടം വരെ എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അടിച്ചു വാരിയിട്ട് കോരിയിലേക്ക് കോരുമ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല, കുമ്പിട്ടിട്ട് എനിക്ക് എത്തില്ല അവിടേക്ക്. അതുപോലെ നമ്മൾ കെസ്റ്ററിൻ്റെ അവിടെ പോകുമ്പോഴും അത് കല്ലറയുമ്പോൾ ഒന്ന് മുത്താൻ ഞാൻ കുമ്പിടുമ്പോൾ എനിക്ക് പറ്റില്ല, എൻ്റെ വയറിൻ്റെ പ്രശ്നം കാരണം എനിക്ക് പറ്റില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ ഈ കുട്ടിയോട് മിനി എന്നായി ഈ കുട്ടിയുടെ പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ ഈ കുട്ടി അവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് മാറിയിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതേ ഈ ആളാണ് യോഗ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വയസ്സായെന്ന് ചോദിച്ചപ്പോൾ 57 വയസ്സെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കർത്താവേ എനിക്കൊന്നും ഒരു വശം പോലും കുമ്പിടാൻ പറ്റുന്നില്ല, എന്തായാലും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കും. പക്ഷേ എനിക്കതിനേക്കാൾ ഒക്കെ സന്തോഷമായിട്ട് നിങ്ങൾ ഈ മോനെ ഒന്ന് നോക്കിയാൽ മതി. ഈ മോനെ എങ്ങനെയാണെന്ന് ഞാൻ ആ മിനിയോടും പറഞ്ഞു കേട്ടോ. ഈ മോനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മാമ്മയായിരിക്കുമല്ലോ, അമ്മാമ്മ കഴിയുന്നത് വരെ അവൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് അവൻ നോക്കുന്നുണ്ടായിരുന്നത്. അമ്മാമ്മേനെ നോക്കുക, എല്ലാവരെയും നോക്കുക. എന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്തിട്ട്. അവൻ ഓഡിയൻസിനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു, ഫുൾ ടൈം അമ്മാമ്മേനെ നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര എനിക്കിത് കണ്ടപ്പോൾ തന്നെ നമുക്കും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ ജന്മം നടക്കാത്തൊരാഗ്രഹമാണ് അത് കേട്ടോ. പക്ഷെ നന്നായിട്ടുണ്ട്. അപ്പോൾ യോഗ പറയായിരുന്നു എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ പറ്റാവുന്നവർക്കൊക്കെ ചെയ്യാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ആ ഒരു എന്താ പറയുക ഏജല്ല, ആ ഒരു കാലാവധി എൻ്റെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇതൊക്കെയായിരുന്നു പാട്ടുകൾ. അപ്പോൾ ഈ മോള് ആ സമയത്ത് പാടണം എന്ന് പറഞ്ഞിട്ട് വന്ന് പാടിയത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക കുറേ പേര് 2 പാട്ട് പാടിയവരൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ അങ്കിൾ എന്ന് പറയേണ്ടി വരും,
72 വയസ്സായി ഒരു ആ ചേട്ടനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ആ ചേട്ടൻ പറയായിരുന്നു, ഇത്രയും വർഷം ഞാൻ ജീവിച്ചിട്ട് എനിക്ക് ഇതുപോലൊരു ഗ്രാൻഡ് പാരൻസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിവസം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആൾ ഭയങ്കര തൊണ്ടടറിയിട്ടാണ് പറഞ്ഞത്. കാരണം ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൽഡേഴ്സിനെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഒരു പരിഗണന കൊടുത്തു തുടങ്ങി. മുമ്പ് ഇങ്ങനെ എവിടെ ചോദിക്കുമ്പോഴും നമ്മൾ പ്രായമായ ഒരു വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമുക്കായിട്ടൊരു ദിവസം വരുമ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുക ഞാനൊക്കെ ആ കാറ്റഗറിയിൽ പെട്ടില്ലേ എന്നുള്ളത് കേട്ടോ. അഭിമാനമുള്ളൂ കേട്ടോ. ഇത് 2 ഡോക്ടേഴ്സാണ്. ഇവരുടെയും ഗ്രാൻഡ് ചിൽഡ്രൻ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇവരവിടെ വന്നിട്ടുണ്ടാവുക. 2 പേരും കൂടിയിട്ടാണ് പാടിയത്. അതുപോലെ ഈ ചേട്ടനൊരു പാട്ട് പാടി. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കത് പങ്കെടുക്കാൻ പറ്റില്ല. ഈ ചേട്ടൻ പറഞ്ഞത് തലൂരത്തെ പോസ്റ്റ്മാനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല രസത്തിൽ എന്താ പറയുക, പാട്ട് പാടാതെ കൊണ്ട് വന്നു, പിന്നെ പ്രസംഗം പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മറക്കാത്ത രീതിയിൽ ഓർത്ത് വയ്ക്കാൻ വണ്ണാണ് കേട്ടോ മൂപ്പരുടെ ഇതായിരുന്നു. പിന്നെ ഇവർ 2 പേരുടെ പാട്ടും കാര്യങ്ങളും, ഓണപ്പാട്ടായിരുന്നു ഒരാൾ പാടിയത്, ഒരാൾ നാടകഗാനാന്ന് തോന്നുന്നുണ്ട്. നാടകഗാനല്ല, എനിക്ക് പാട്ടറിയാം, പക്ഷെ അത് സിനിമാ ഗാനം തന്നെ. ഈ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മറ്റേ മതപരമായ ഒരു സംഭവം, നല്ല ഒരു തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഇത് ഞങ്ങളുടെ മുമ്പിലാണ് ഈ കൈരിക്കുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു. അപ്പോൾ കുട്ടികളെ എന്നോട് പറയായിരുന്നു, മമ്മിക്കും ഡാഡിക്കും ലീലാമ്മയ്ക്കും എന്തിനെങ്കിലും പങ്കെടുക്കായിരുന്നില്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത വർഷമാവട്ടെ, അടുത്ത വർഷം ഈ ഗ്രാൻഡ് പാരൻസ് ഞങ്ങൾ തന്നെയാവുമല്ലോ, അപ്പോൾ ഇത് അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ്. അപ്പോൾ പതുക്കെ ആൾ ഒഴിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ മിസ്സുമാരുടെ അനുവാദത്തോട് കൂടിയിട്ട് ഞങ്ങളും ഇറങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഇതാണ് കോണി. അവിടെ നിന്ന് അത്രയും ഇറങ്ങി, പിന്നെ അടുത്തൊരു സ്റ്റെപ്പ്, 3 സ്റ്റെപ്പായിട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴേക്ക് എത്തിയത്. ശരിക്കും എനിക്ക് എന്താണെന്നാ പറയുക, ഇപ്പോൾ ഈ കാലിൻ്റെ മുട്ടൊക്കെ നല്ല വേദനയുണ്ട്. പിന്നത്തേൽ അത് തന്നെ അങ്ങോട്ട് മാറിക്കോളും. നമുക്കറിയാമല്ലോ ഇതുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഒരു കാരണമില്ലാണ്ട് നമുക്കൊരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ട്. ഇതിപ്പോൾ നമ്മൾ ഇത് കയറിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് കാലുവേദന, അല്ലെങ്കിൽ അതുകൊണ്ടാണ് തലവേദന എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇതാ കണ്ടില്ല, ഇങ്ങനെ തിരിഞ്ഞ് വരണതും നമ്മളുടെ വീടാണ്. അപ്പോൾ അത്ര തൊട്ടടുത്ത ഭാവൻസ് കേട്ടോ. അപ്പോൾ 12:30 കഴിഞ്ഞു. അപ്പോൾ ഈ അടുത്തത് പാക്കിങ്ങും പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിംപിള് അതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡാഡി വരുമ്പോഴേക്കും അതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദൂരേക്കുള്ള പാക്കിങ് സാധനങ്ങൾ അയക്കലാണ് ക്രിസ്മസ് ആയിട്ട്. പല ടൈപ്പ് ഓർഡേഴ്സാണ് കേട്ടോ നമ്മൾക്ക് ഈ വർഷം ഉള്ളത്. ഓർണമെൻറ്റ്സിൻ്റെ ആയാലും, അതുപോലെ സാരികളുടെ ആയാലും, മറ്റ് ഗിഫ്റ്റ് ഐറ്റംസ് ആയാലും, അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്രാവശ്യം നമുക്ക് പലർക്കും എത്തിക്കാൻ പറ്റിയിട്ടോ. ഓരോരുത്തർക്ക് ഇങ്ങനെ ആവശ്യം അനുസരിച്ച് പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റാറില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം അത് നമ്മൾ മാക്സിമം ഭംഗിയിൽ ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് എനിക്കെന്ന് പറഞ്ഞിട്ടൊരു പാക്ക് വന്നത്. അപ്പോൾ ഒരു കുട്ടി എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ സാധനങ്ങൾ അയക്കേണ്ടത് ആൻറ്റിക്ക് ഇഷ്ടമാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒന്നാമത് കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ആരാണ് എന്താണെന്ന് ഓർത്തിരിക്കില്ല. അങ്ങനെ ഈ സംഭവം വന്നപ്പോഴാണ് ആ കുട്ടി അയച്ചതാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം ആ കുട്ടിയുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബിസിനസ്സിൻ്റെ കോണ്ടാക്ട്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും കാണൂലല്ലോ ഞാൻ. അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് അതിൽ നിറച്ച് ഈ തലയിലിടുന്ന ബാൻഡുകളാണ് കണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ സംഭവം കുട്ടികളോ ഞാനോ അങ്ങനത്തെ യൂസ് ചെയ്യില്ലെങ്കിലും ഒരു കുട്ടി സന്തോഷമായിട്ട് അയക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കണം. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ബോവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് റോസ് ആ കുട്ടി കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ആ കുട്ടി തന്നെ ഉണ്ടാക്കിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളും, അപ്പോൾ ഞാനതവിടെ അങ്ങനെ തന്നെ മാറ്റി വെച്ചു. കാരണം എൻ്റെ പണികൾ പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ അത് കിട്ടിയപ്പോൾ ഞാനത് തുറന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഡിംപിൾ ചെയ്യണ ഒരു പണിയുണ്ടോ, ഫുള്ള് ബൊക്കെ പോലെ ഇങ്ങനെ തലയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് തലയിൽ വെക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിവൈൻ്റെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ ഈ ഒരു സംഭവം. ഇവൾക്ക് എപ്പോഴും അത് എന്തെങ്കിലും കിട്ടിയാൽ ഇങ്ങനെ ഓരോ കോമാളിത്തരം കാണിക്കലാണ് കേട്ടോ അവളുടെ മെയിൻ സംഭവം. അങ്ങനെ ഞാൻ വേഗം പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. അപ്പോഴേക്കും പിള്ളേർസ് സെക്കൻഡ് ട്രിപ്പ് വന്നു. ഫസ്റ്റ് ട്രിപ്പ് പിന്നെ ഞാനാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണി ആയിരുന്നു, സൂപ്പർ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതും സാലഡും പിന്നെ ചിക്കൻ റോസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഇന്ന് അവർക്ക് സ്പെഷ്യൽ സംഭവം വേണമെന്ന് പറഞ്ഞിട്ട്
അവർക്ക് മറ്റേ ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് എന്താ പറയുക, ഇപ്പോൾ ഡോൺ വന്ന് ഡോൺ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴുള്ള വിശേഷം. അപ്പോൾ അതേ നമ്മുടെ ഓവൻ തിരിച്ചെത്തി. നിങ്ങളെൻ്റെ ഓവൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ, ഫുൾ ടൈം നമ്മൾ കവർ ഇട്ടിട്ടല്ലേ വെക്കാറ്. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ശരിക്കും കമ്പനിയിലേക്കാണ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു മാസമായിട്ടും ഭയങ്കര ലേറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലും സംഭവം അവർ ബോർഡ് മാറ്റാനാണെന്നാണ് പറഞ്ഞത്. എന്ത് വന്നാലും അത് പണി. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ കണ്ടത്, ഇങ്ങനെ മറ്റേ ഇതിൽ കണ്ടത്. അപ്പോൾ കുട്ടികളത് വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെയാണ്, കുറുക്കഞ്ചേരിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ മെട്രോപൊളിറ്റൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം തന്നെ അവർ വിളിച്ച് പറഞ്ഞു ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, കൊണ്ടക്കോന്ന്. പിന്നെ നമ്മളുടെ അസൗകര്യം, പിന്നെ പോയപ്പോൾ അവരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2 ദിവസം വൈകിയത്. അപ്പോൾ നമ്മളിത് കമ്പനിയിലേക്ക് പറഞ്ഞ് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ അത് വെയിറ്റ് ചെയ്ത് ഒരു മാസം കളയണേക്കാളും നല്ലത് അതേ കാശ് തന്നെയാണ് ഇവിടെ ആവണത്. അപ്പോൾ പിന്നെ നമുക്ക് ഓവനില്ലാണ്ട് നമുക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം കുട്ടികളുടെ സാധനങ്ങളായാലും ചൂടാക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമുക്കതങ്ങനെ ശീലിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ 2 വെള്ളയപ്പം ബാക്കിയുള്ളത് അത് ഞാൻ പഞ്ചസാരയും പാലൊഴിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവൻ വരുമ്പോൾ വേണ്ടി വരിക. അല്ലെങ്കിൽ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ആവിയേറ്റൊക്കെ ചെയ്യുക. ഇതാകുമ്പോൾ കുറച്ച് പാലൊഴിച്ച് ഓവനിൽ വെച്ച്, അല്ലെങ്കിൽ പാല് സെപ്പറേറ്റ് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ അത് ഓച്ചൊന്നും അതിൻ്റെ ഇടയിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ അത് മറ്റേ ജെല്ലി സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ആ ക്യാൻഡി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ഓരോ ഉമ്മം കൊടുത്തിട്ട് സാധനം വാങ്ങിക്കുകയാണ്. അപ്പോൾ ചെറിയ ആൾ കാണിക്കണുണ്ടോ, അവനെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റവരൊക്കെ മമ്മി ഇങ്ങനെ നമ്മളുടെ അടുത്ത് വന്ന് പൊട്ടിക്കാൻ പറയുമ്പോഴും അവനെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ക്ഷമയോട് കൂടെ നിന്ന് അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പറ്റില്ല എന്ന് കണ്ടാൽ മാത്രം നമ്മുടെ കയ്യിൽ തരിക കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ തുണികളൊക്കെ മടക്കാനുള്ളത് കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയാട്ടോ, പുറത്ത് ഭയങ്കര മഴ. ഇവിടെ നിന്നാണ് ഓടിപ്പടഞ്ഞ് അങ്ങനെ ഒരു മഴ വന്നേന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഞാൻ തുണികളും കാര്യങ്ങളൊക്കെ മടക്കി. അപ്പോൾ കുട്ടികളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടേക്ക് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഒതുക്കാനല്ല, തേക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേച്ചതൊക്കെ ഒന്ന് തിരിച്ച് വെക്കണം. ഇത് നാളെ തയ്ക്കാൻ കൊടുക്കാനുള്ളതാണ്, അളവ് ബ്ലൗസും കാര്യങ്ങളും. ഇത് നമ്മുടെ സാരികൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നാളെ കൊടുക്കാനുള്ളതാണ്. എല്ലാം കഴിഞ്ഞ് ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ തന്നെ വന്ന് പെട്ടു. ഇത് അതിൻ്റെ ഇടയിൽ ഡിവൈൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നാളികേരം മറ്റേ ചിരകിയത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലുലുന്ന്. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ഇവർക്കൊരു വിഷമം. അതായത് ആവി കയറുമ്പോൾ ഇത് ചുവന്ന് കളറായി കഴിഞ്ഞാൽ പണിയല്ല. അപ്പോൾ എന്നാൽ പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അവർ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഇന്നും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ അത് വേവിച്ചത് അവർക്കുള്ള ഫുഡ് കൊടുത്തു. അപ്പോൾ ഞാൻ പറയാറില്ല, എല്ലാവരും കിടന്നിട്ടാണ് ഞാനത് വേവിക്കുക. കാരണം സംഭവം ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും ഒരു തുണ്ട് മസാല ഇടുമെങ്കിലും വേറൊരു മണല്ലേ വരിക. അപ്പം പിന്നെ അത് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രശ്നമുണ്ടാച്ചിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്കുള്ള ഇറച്ചി ഞാൻ വേവിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ വലിയ മഴ, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അങ്ങനെ പരിപാടികളും കാര്യങ്ങളും 10:30 ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കുറേ നേരം വർത്താനം പറയാൻ ഇരിക്കണില്ല. മറ്റേത് ഞങ്ങൾ 3 പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വർത്താനങ്ങൾ പറയും. ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡിവൈനെ കൊണ്ട് പറയിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാനും ഡിബിളും മാക്സിമം ശ്രമിക്കും. അധികം എന്താ പറയുക, പരിസരത്തേക്കേ പോവില്ല. ഡിവൈൻ്റേതായ കാര്യങ്ങൾ ചെയ്ത് ഒരു അസ്വസ്ഥത ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഉണ്ടാവുമല്ലോ, എങ്ങനെ വന്നാലും ഉള്ളിലിറക്കി ഒരു ചെറിയൊരു സർജറി കഴിഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ അത് എന്ത് വന്നാലും ഒരു അസ്വസ്ഥത ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.